കർക്കിടക മാസം രാമായണ മാസം 6-ാം ദിവസം ശ്രീരാമ അഭിഷേകാരംഭം. എങ്കിലോ രാജാ ദശരഥനേകഥ സങ്കലിതാനന്ദമമാറിയിരിക്കുമ്പോൾ പങ്കജസംഭവപുത്രൻ വസിഷ്ഠനാം തൻ കുലാചാര്യനെ വന്നിച്ചു ചൊല്ലിനാൻ. പൗരജനങ്ങളും മന്ത്രിമുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നിതെപ്പോഴും. ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ടകതാരിൽ ആനന്ദമതിനില്ല സംശയം. വൃദ്ധനായി വന്നിതു ഞാനും ഒട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനാം രാജകുമാരനെ പൃഥ്വീപരിപാലനാർത്ഥം അഭിഷേകം എത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചതപ്പോഴതെങ്ങനെയെങ്കിൽ ഉൾപ്പൂവിലോർത്തു നിയോഗിക്കുകയും വേണം. ഈ പ്രജകൾക്ക് അനുരാഗം അവങ്കലുണ്ടെപ്പോഴും ഏറ്റമതോർത്തു കണ്ടിയിലെയോ. വന്നീല മാതുലനെ കാൺമതിന്നേറെ മുന്നമേ പോയ ഭരതശത്രുഘ്നന്മാർ വന്ന മുഹൂർത്തം അടുത്ത ദിനം തന്നെ പുണ്യമതി വപുഷ്യം നല്ല നക്ഷത്രം. എന്നാൽ അവർ വരുവാൻ പാർക്കയില്ലിനി ഒന്നുകൊണ്ടും അതു നിർണയം മാനസേ. എന്നാൽ അതിന് വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്നു തന്നെ സംഭരിച്ചിടേണം. രാമനോടും നിന്തിരുവടി വൈകാതെ സാമോദം ഇപ്പോഴേ ചെന്നറിയിക്കണം. തോരണപങ്ക്തികളെല്ലാം ഉയർത്തുക ചാരുപതാകകളോടും അത്യുന്നതം. ഘോരമായുള്ള പെരുമ്പറനാദവും പൂരിക്കാദിക്കുകളൊക്കെ മുഴങ്ങവേ മന്നവനായ ദശരഥനാദരാൽ പിന്നെ സുമന്തരെ നോക്കി അരുളി ചെയ്തു. എല്ലാം വസിഷ്ഠൻ അരുളി ചെയ്യും വണ്ണം കല്യാണം ഉൾക്കൊണ്ടൊരുക്കി കൊടുക്ക നീ. നാളെ വേണം അഭിഷേകം ഇളമയായി നാളീക നേത്രനാൻ രാമനു നിർണയം. നന്ദിതനായ സുമന്തരും അന്നേരം നന്ദിച്ചു തന്നാൻ വസിഷ്ഠനോടാദരാൽ. എന്തോന്നു വേണ്ടുന്നത് അരുൾ ചെയ്താലും മന്ദരമെന്നയെ സംഭരിച്ചിടുവൻ. ചിത്തെ നിരൂപിച്ചു കണ്ടു സുമന്തരോടിത്തം വസിഷ്ഠമുനിയും അരുളി ചെയ്തു. കേൾക്കാ നാളെ പുലർകാലേ ചമയിച്ചു ചെൽക്കണ്ണിമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷിയെ 16 പേർ നിൽക്കണം. മത്തഗജങ്ങളെ പൊന്നണിയിക്കണം. ഐരാവത കുലജാതന നാൽക്കൊമ്പൻ ആരാൽ വരേണം അലങ്കരിച്ചങ്കണേ. ദിവ്യ നാനാ തീർത്ഥവാരിപൂർണ്ണങ്ങളായി ദിവ്യരത്നങ്ങൾ മൂർത്തി വിചിത്രമായി സ്വർണ്ണകലശ സഹസ്രം മലയജ വർണ്ണങ്ങൾ കൊണ്ടുപോയി കെട്ടിവച്ചിടേണം. പുത്തൻ പുലിത്തോൽ വരുത്തുക മൂന്നിഹ ഛത്രം സുവർണദണ്ഡം മണിശോഭിതം മുക്താമണിമാല്യരാജിത നിർമ്മല വസ്ത്രങ്ങൾ മല്യങ്ങൾ ആഭരണങ്ങളും സൽകൃതന്മാരാം മുനിജനം വന്നിഹ നിൽക്ക കുശപാണികളായി സഭാന്തികെ. നർത്തകിമാരോടു ആരവധൂജനം നർത്തക ഗായക വൈണിക വർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം. ഉർവീശ്വരാങ്കണേ നിന്നു മനോഹരം ഹസ്തശപത്തി രഥാതിമഹാബലം വസ്ത്രാദ്യലങ്കാരമോട് വന്നിടേണം. ദേവാലയങ്ങൾ തോറും ബലിപൂജയും ദീപാവലികളും വേണം മഹോത്സവം. ഭൂപാലരെയും വരുവാൻ നിയോഗിക്കാ ശോഭയോടെ രാഘവാഭിഷേകാർത്ഥമായി. യുദ്ധം സുമന്ത്രരെയും നിയോഗിച്ചതി സത്വരം തേരിൽ കരേറി വസിഷ്ഠനും. ദാശരഥി ഗൃഹമെത്രയും ഭാസുരമാശു സന്തോഷേണ സംപ്രാപ്യ സാദരം. നിന്നതു നേരമറിഞ്ഞു രഘുവരൻ ചെന്നുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ. രത്നാസനവും കൊടുത്തിരുത്തി തഥാ ഭക്തിയോടും മതിഭക്തിയ രഘുത്തമൻ പൊൽക്കലശസ്ഥിത നിർമ്മലവാരിണ തൃക്കാൽ കഴുകിച്ചു. പാദാബ്ജതീർത്ഥവും ഉത്തമാംഗേന ധരിച്ചു. വിശുദ്ധനായി ചിത്തമോദേന ചിരിച്ചരുളി ചെയ്തു. പുണ്യവാനായ നടിയ നിന്ന ദീവകൾ ഇന്ന് പാദോദക തീർത്ഥം ധരിക്കയാൽ എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ടു നന്നായി ചിരിച്ചു. വസിഷ്ഠനരുളി ചെയ്തു. നന്നെത്രയും നിന്നുടെ വാക്കുകൾ ഒന്നുണ്ട് ചൊല്ലുന്നതിപ്പോൾ നൃപാത്മജ. ത്വൽപാദ പങ്കജ തീർത്ഥം ധരിക്കയാൽ ദർപ്പകവൈരിയും ധന്യനായിടീനേൻ. ത്വൽപാദ തീർത്ഥവിശുദ്ധനായി വന്നിതു മൽപിതാവായ വിരിഞ്ചനം ഭൂപതേ. ഇപ്പോൾ മഹാജനങ്ങൾക്ക് ഉപദേശാർത്ഥം അത്ഭുത വിക്രമാ ചൊന്നത് നീയടോ. നന്നായി അറിഞ്ഞിരിക്കുന്നതോ നിന്നെ ഞാൻ ഇന്നവനാകുന്നതെന്നും ഇന്നടോ. സാക്ഷാൽ പരബ്രഹ്മമാം പരമാത്മാവ് മോക്ഷതൻ നാനാജഗന്മയനീശ്വരൻ ലക്ഷ്മി ഭഗവതിയോടും ധരണിയിൽ ഇക്കാലമത്ര ജനിച്ചതു നിശ്ചയം. ദേവകാര്യാർത്ഥ സിദ്ധ്യർത്ഥം കരുണയാ രാവണനെ കൊന്നു താപം കെടുപ്പാനും ഭക്തജനങ്ങൾക്ക് മുക്തി സിദ്ധിപ്പാനും യുദ്ധം അവതരിച്ചിടിന ശ്രീപതേ. ദേവകാര്യാർത്ഥം അതീവ ഗുഹ്യം പുനരേപം വെളിച്ചത്തിരാഞ്ഞിതു ഞാനിതം. കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാധിക്കുക മായാ മനുഷ്യനായി ശ്രീനിധേ. ശിഷ്യനൻ ലോഭവാൻ ആചാര്യനേഷജാൻ ശിക്ഷിക്ക വേണം ജഗദ്ദിതാർത്ഥം പ്രഭോ. സാക്ഷാൽ ചരാചരാചാര്യനൻ ലോഭവാൻ ഓർക്കിൽ പിതൃണാം പിതാമഹനും ഭവാൻ. സർവേഷ ഗോചരനായ അന്തര്യാമിയായി സർവജഗന്ധവാഹകനായ നീ ശുദ്ധതത്വാത്മകമായൊരു വിഗ്രഹം ധൃത്വാനിജാതീന സംഭവനായുടൻ മർദ്യമേഷേണ ദശരഥപുത്രനായി പൃഥ്വീതലേ യോഗമായ യാജാതനാം എന്നതു മുന്നേ ധരിച്ചിരിക്കുന്നു ഞാൻ. എന്നോട് ദാതാവുതാൻ അരുൾ ചെയ്യുകയാൽ എന്നതറിഞ്ഞത്രേ സൂര്യാന്നയത്തിന് മുന്നേ പുരോഹിതനായിരുന്നു ഞാൻ മുതാ. ഞാനും ഭവാനോട് സംബന്ധകാംക്ഷയാ നൂനം പുരോഹിത കർമ്മമനുഷ്ഠിച്ചു. നിന്യമായുള്ളതു ചെയ്താലൊടുക്കത്തു നന്നായി വരികിലതും പിഴയല്ലല്ലോ.
ഇന്നു സഫലമായി വന്നു മനോരഥം ഒന്നപേക്ഷിക്കുന്നതുണ്ടു ഞാൻ ഇനിയും. ലോകേശ തേ മഹാമായ ഭഗവതി ലോകൈകമോഹിനി മോഹിപ്പിയായികമാം. ആചാര്യ നിഷ്കൃതികാമനുഭവാനെങ്കിൽ ആശയം മായ മോഹിപ്പിയായികമേ. ത്വൽപ്രസംഗാൽ സർവം മുക്തം ഇപ്പോളിതം അപ്രവക്തവ്യം മയാ രാമകുത്രജിൽ. രാജാ ദശരഥൻ ചൊന്നതു കാരണം രാജീവനേത്രാവന്നേനിവിടേക്കു ഞാൻ. ഉണ്ടഭിഷേകം അടുത്ത നാളെന്നതു കണ്ടു ചൊൽവാനുടരി വന്നേനഹം. വൈദേഹിയോടും ഉപവാസവും ചെയ്തു മേദിനി തന്നിൽ ശയനവും ചെയ്യണം. ബ്രഹ്മചര്യത്തോടിരിക്ക ഞാൻ ഓരോരോ കർമ്മങ്ങൾ എന്നങ്ങൊരുക്കുവൻ വൈകാതെ വന്നീടുഷസിനു നീ എന്നരുൾ ചെയ്തു. ചെന്ന തേരിൽ കരേറി മുനിശ്രേഷ്ഠനും. പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോട് തന്നെ ചിരിച്ചരുളി ചെയ്തു രഹസ്യമായി. താതൻ എനിക്ക് അഭിഷേകം ഇളമയായി മോദേന ചെയ്യും അടുത്ത നാൾ നിർണയം. തത്ര നിമിത്തമാത്രം ഞാനതിനൊരു കർത്താവു നീ രാജ്യഭോക്താവും നീ അത്രേ. വത്സാമമത്വം ബഹുപ്രാണനാകയാൽ ഉത്സവത്തിനു കോപ്പിട്ടുകൊള്ളുകാച്ചു നീ. മത്സവനാകുന്നതും ഭവാൻ നിശ്ചയം. മത്സരിപ്പാനില്ലതിന്നു നമ്മോടാരും. ഇത്തരം ഓരോന്നരുൾ ചെയ്തിരിക്കുമ്പോൾ പൃഥ്വീന്റെ ഗേഹം പ്രവിശ്യ വസിഷ്ഠനും വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോടു ചിത്തമോദാൽ അറിയിച്ചു സമസ്തവും. രാജീവസംഭവനന്ദനൻ തന്നോടു രാജാ ദശരഥനാനന്ദപൂർവകം രാജീവനേത്ര അഭിഷേക വൃത്താന്തങ്ങൾ പൂജാവിധാനേന ചൊന്നത് കേൾക്കയാൽ കൗസല്യയോടും സുമിത്രയോടും ചെന്നു കൗതുകമോടറിയിച്ചാണൊരു പുമാൻ. സമ്മോദം ഉൾക്കൊണ്ടത് കേട്ട നേരത്തോ നിർമ്മലമായൊരു മാല്യവും നൽകിനാൾ. കൗസല്യയും തന്നെ അഭ്യുദയാർത്ഥമായി കൗതുകമോട് പൂജിച്ചിതു ലക്ഷ്മിയെ. നാഥേ മഹാദേവി നീയേ തുണയെന്നു ചേതസീഭക്ത്യാ വണങ്ങി വാണിയിടിനാൾ. സത്യസന്ധൻ നൃപവീരൻ ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചിടുമെന്നുമേ. കേകേയപുത്രി വശഗതനാകയാൽ ആകുലം ഉള്ളിൽ വളരുന്നിതേറ്റവും. ദുർഗേ ഭഗവതി ദുർകൃതനാശിനി ദുർഗതി നീക്കി തുണച്ചിടുകമ്പികേ. കാമുകനല്ലോ നൃപതി ദശരഥൻ കാമിനി കൈകേയി ചിത്തമെന്തീശ്വര. നല്ലവണ്ണം വരുത്തേണമെന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നത് നേരം വാനവരെല്ലാവരും ഒന്നിച്ചു നിരൂപിച്ചു. വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു. ലോകമാതാവേ സരസ്വതി ഭാരതി വേഗാലയോധ്യക്കെഴുന്നള്ളുക വേണം. രാമാഭിഷേകം വിഘ്നം വരുത്തിയിടുവാനാം മറ്റില്ല നിരൂപിച്ചാൽ ചെന്നുടൻ മന്ദര തന്നുടെ നാവിന്മേൽ തന്നെ വസിച്ച് അവളെ കൊണ്ടു ചൊല്ലിച്ചു. പിന്നെ വിരവോടു കൈകേയിയെ കൊണ്ടു തന്നെ പറയിച്ചു കൊണ്ടു മുടക്കണം. പിന്നെ ഇങ്ങോട്ട് എഴുന്നള്ളാൻ മടിക്കരുതെന്ന് അമരന്മാർ പറഞ്ഞോരനന്തരം വാണിയും മന്ദരതൻ വദനാന്തരേ വാണിയിടീനാൾ ചെന്നു ദേവകാര്യാർത്ഥമായി. അപ്പോൾ ത്രിവക്രയാങ്കബ്ജയും മാനസേ കൽപ്പിച്ചുറച്ചുരൻ പ്രാസാദമേറിനാൻ. വേഗേന ചെന്നൊരു മന്ധരയെ കണ്ടു കൈകേയി താനും അവളോട് ചൊല്ലിനാൾ. മന്ധരെ ചൊല്ലു നീ രാജ്യമെല്ലാടവും എന്തൊരു മൂലമലങ്കരിച്ചിടുവാൻ. നാളികലോചനനാകിയ രാമനു നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം. ദുർഭഗേ മൂടേ മഹാഗർവിതേ കിടന്നെപ്പോഴും നീ ഉറങ്ങിയിടൊന്നറിയാതെ. ഏറിയൊരാപത്ത് വന്നെടുത്തു നിനക്ക് ആരും ഒരു ബന്ധുവില്ലെന്നു നിർണയം. രാമാഭിഷേകം അടുത്ത നാളുണ്ടടോ കാമിനിമാർ കുലമൗലി മാണിക്യമേ. ഇതമവൾ ചെന്നതു കേട്ടു സംഭ്രമിച്ചുദ്ധാനവും ചെയ്തു കേകേയപുത്രിയും. ചിത്രമായ ഒരു ചാമീകര നൂപുരം ചിത്തമോദേന നൽകിയിടിനാളാദരാൽ. സന്തോഷമാർന്നിരിക്കുന്ന കാലത്തിങ്കൽ എന്തൊരു താപം ഉപാഗതമെന്നു നീ ചൊല്ലുവാൻ കാരണം ഞാൻ അറിഞ്ഞില്ലതിനില്ലൊരവകാശമേതും നിരൂപിച്ചാൽ. എന്നുടെ രാമകുമാരനോളം പ്രിയം എന്നുള്ളിൽ ആരെയും ഇല്ല മറ്റോർക്ക് നീ. അത്രയുമല്ല ഭരതനേക്കാൾ മമ പുത്രനാം രാമനെ സ്നേഹമെനിക്കേറും. രാമനും കൗസല്യാദേവിയേക്കാൾ എന്നെ പ്രേമമേറും നൂനമില്ലൊരു സംശയം. ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര മറ്റാരെയും ഇല്ലെന്നറിക നീ. നല്ല വസ്തുക്കൾ എനിക്ക് തന്നെ മറ്റു വല്ലവർക്കും കൊടുപ്പൂ മമനന്ദനൻ. ഇഷ്ടമല്ലാതൊരു വാക്കു പറകയിൽ ഒട്ടുമേ ഭേദം അവനിൽ ഒരിക്കലും. അശ്രാന്തം എന്നെ എത്രയും അടികൂടാതെ ശുശ്രൂഷ ചെയ്തു ന്യായം പ്രീതിപൂർവകം. മൂഢേ നിനക്കെന്തു രാമങ്കൽ നിന്നോരു പേടിയുണ്ടാൻ അവകാശമായതും. സർവജനപ്രിയനല്ലോ മമാത്മജൻ നിർവൈരമാനസൻ ശാന്തൻ ദയാപരൻ.
കേകേയപുത്രിതൻ വാക്കു കേട്ടവൾ ആകുല ചേതസാ പിന്നെയും ചൊല്ലിനാൻ, പാപേ മഹാഭയകാരണം കേൾക്ക നീ, ഭൂപതി നിന്നെ വഞ്ചിച്ചതറിഞ്ഞില്ലേ. ത്വൽപുത്രനായ ഭരതനെയും ബലാൽ തൽപ്രിയനായ ശത്രുഘ്നെയും നൃപൻ മാതുലനെ കാൺമതിനായി അയച്ചതും ചേതസി കൽപ്പിച്ചു കൊണ്ടു തന്നെ ഇതും. രാജ്യാഭിഷേകം കൃതം രാമനെങ്കിലോ രാജ്യാനുഭൂതി സൗമിത്രിക്കു നിർണയം. ഭാഗ്യമത്രേ സുമിത്രയ്ക്ക് അതും കണ്ടു, നിർഭാഗ്യയായൊരു നീദാസിയായി നിത്യവും കൗസല്യ തന്നെ പരിചരിച്ചിടുക. കൗസല്യാനന്ദനൻ തന്നെ ഭരതനും സേവിച്ചു കൊണ്ടു പൊറുക്കെന്നതും വരും. ഭാവിക്കയും വേണ്ട രാജത്വമേതുമേ, നാട്ടിൽ നാട്ടിക്കളകിലുമാം ഒരു വാട്ടം വരാതെ വധിച്ചിടുകിലുമാം. സാപജ്ഞജാത പരാഭവം കൊണ്ടുള്ള താപവും കൊണ്ടു ധരണിയിൽ വാഴുകയിൽ നല്ലു മരണം അതിനില്ല സംശയം. ചൊല്ലുവൻ ഞാൻ തവ നല്ലതു കേൾക്ക നീ. ഉത്സാഹമുണ്ടു നിനക്കെങ്കിൽ ഇക്കാലം തുൽസുതൻ തന്നെ വാഴിക്കും നരവരൻ. രാമൻ 7 കാനനവാസവും ഭൂമി പാലാജയാ ചെയ്യുമാറാക്കണം. നാടടക്കം ഭരതന്നു വരും അതിപ്രൗഢകീർത്തിയാ നിനക്കും വസിക്കാൻ ചിരം. വേണമെന്നാകിൽ അതിനൊരുപായവും പ്രാണസമേതവ ചൊല്ലിത്തരുവൻ ഞാൻ. മുന്നം സുരാസുരയുദ്ധേ ദശരഥൻ തന്നെ മിത്രാർത്ഥം മഹേന്ദ്രനർത്ഥിക്കയാൽ മന്നവൻ ചാപവാണങ്ങളും കൈക്കൊണ്ടു തന്നോട് സൈന്യസമം തേരിലേറിനാൻ. നിന്നോടുകൂടവേ വെണ്ണിലകമ്പുക്കു സന്നദ്ധനായി ചെന്ന സുരരോടേറ്റപ്പോൾ ഛിന്നമായി വന്നു രഥാക്ഷകീലം പോരിൽ എന്നതും അറിഞ്ഞതില്ല ദശരഥൻ. സത്വരം കീലരന്ധ്രത്തിങ്കൽ നിന്നുടെ ഹസ്തദണ്ഡം സമാവേശ്യ ധൈര്യേണ നീ. ചിത്രമത്രേ പതിപ്രാണരക്ഷാർത്ഥമായി യുദ്ധം കഴിവോളം അങ്ങനെ നിന്നതും. ശത്രുക്കളെ വധം ചെയ്തു പൃഥ്വീന്ദ്രനും യുദ്ധനിവർത്തനായ ഒരു ദശാന്തരെ. നിൻ തൊഴിൽ കണ്ടതി സന്തോഷം ഉൾക്കൊണ്ടു ചെന്തളിർമേനി പുണർന്നവൻ പുഞ്ചിരി പൂണ്ട് പറഞ്ഞിതു ഭൂപനും. നിൻ ചരിതം നന്നു നിരൂപിച്ചാൽ 2 വരം തരാം. നീ എന്നെ രക്ഷിച്ചുകൊണ്ടത് മൂലം വരിച്ചു കൊണ്ടാലും നീ. ഭർത്തൃവാക്യം കേട്ടു നീയും അന്നേരത്തു ചിത്തസമ്മോദം കലർന്നു ചൊല്ലിയിടിനാൾ. ദത്തമായ ഒരു വരദ്വയം സാദരം നസ്ത്യം ഭവതി മയാ നൃപതീശ്വര. ഞാനൊരവസരത്തിങ്കൽ അപേക്ഷിച്ചാൽ ഊനം വരാതെ തരികെന്നതേ വേണ്ടൂ എന്ന് പറഞ്ഞിരിക്കുന്ന വരദ്വയം ഇന്ന് അപേക്ഷിച്ചു കൊള്ളണം മടിയാതെ. ഞാനും മറന്നു കിടന്നിതു മുന്നമേ മാനസേ തോന്നി ബലാലീശ്വരാജ്ഞയാ. ധീരതയോടിനി ക്ഷിപ്രം ഇപ്പോൾ ക്രോധാകാരം പ്രവിശ്യ കോപേന കിടക്ക നീ. ആഭരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞതി ശോഭ പൂണ്ടോ ഒരു കാർക്കൂന്തലഴിച്ചിട്ടു. പൂമേനിയും പൊടി കൊണ്ടണിഞ്ഞിഹ ഭൂമിയിൽ തന്നെ മലിനാംബരത്തൊരും. കണ്ണുനീരാലെ മുഖവും മുലകളും നന്നായി നനച്ചു കരഞ്ഞുകൊണ്ടർഹിച്ചു കൊള്ളുക. വരദ്വയം ഭൂപതി സത്യം പറഞ്ഞാൽ ഉറപ്പിച്ചു മാനസം. മന്ധര ചൊന്ന പോലെ അതിനേതും ഒരന്തരം കൂടാതെ ചെന്നു കൈകേയും. പദ്യം ഇതൊക്കെ തനിക്കെന്ന് കൽപ്പിച്ചു ചീത്തമോഹേന കോപാലയേ മേവിനാൾ. കൈകേയി മന്ധരയോട് ചൊന്നാളിനി രാഘവൻ കാനനത്തിന് പോവോളവും ഞാനിവിടെ കിടന്നിടുവനല്ലെങ്കിൽ പ്രാണനെയും കളഞ്ഞിടുവൻ നിർണയം. ഭൂപരിത്രാണാർത്ഥം ഇന്നു ഭരതന് ഭൂപതി ചെയ്താൻ അഭിഷേകമെങ്കിൽ ഞാൻ വേറെ നിനക്ക് ഭോഗാർത്ഥമായി നൽകുവൻ 100 ദേശങ്ങൾ അതിനില്ല സംശയം. ഏതും ഇതിനൊരിളക്കം വരായെങ്കിൽ നീ ചേതസി ചിന്തിച്ച കാര്യം വരും ദൃഢം എന്നു പറഞ്ഞു പോയിടിനാൾ മന്ധര. പിന്നെ യൗവണ്ണം അനുഷ്ഠിച്ചു രാജ്ഞിയും. ധീരനായി ഏറ്റം ദയാന്വിതനായി ഗുണാചാര സംയുക്തനായി നീതിജ്ഞനായി നിജദേശിക വാക്യസ്ഥിതനായി സുശീലനായി ആശയശുദ്ധനായി വിദ്യാനിരതനായി ശിഷ്ടനായി ഉള്ളവനെന്നെങ്കിരിക്കലും ദുഷ്ടസംഘം കൊണ്ടു കാലാന്തരത്തിനാൽ സജ്ജന നിന്ദ്യനായി വന്നുകൂടും ദൃഢം. ദുർജന സംസർഗം ഏറ്റം അകലവേ വർജിക്ക വേണം പ്രയത്നേന സൽപ്പുമാൻ. കഞ്ചളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം. എങ്കിലോ രാജാ ദശരഥനാഥരാൽ പങ്കജനേത്രാഭ്യുദയം നിമിത്തമായി മന്ത്രിപ്രഭുതികളോടും പറഞ്ഞുകൊണ്ട് അന്തഃപുരമകമ്പുക്കരുളിയിടിനാൻ. അന്നേരം ആത്മപ്രിയതമയാകിയ തന്നുടെ ഭഗ്നിയായ കാണായക മൂലം എത്രയും വിഹ്വലനായ ഒരു ഭൂപനും ചിത്തതാരിങ്കിൽ നിരൂപിച്ചതീദൃശം. മന്ദിരം തന്നിൽ ഞാൻ ചെന്ന് കൂടും വീതൗ മന്ദസ്മിതം ചെയ്തരികെ വരുംപുരാ. സുന്ദരിയാം അവളെങ്ങെന്ന് എങ്ങ് പോയിടിനാൾ. മന്ദമാകുന്നു തന്നുന്മേഷമൻ മാനസേ. ചൊല്ലുവിൻ ദാസികളെ ഭവൽസ്വാമിനി കല്യാണഗാത്രി മറ്റെങ്ങ് പോയിടിനാൾ. ഏവം നരവധി ചോദിച്ച നേരത്തു ദേവി തന്നാളികളും പറഞ്ഞിടിനാൾ. ക്രോധാലയം പ്രവേശിച്ചതിന്മൂലം ഏതുമറിഞ്ഞില്ല ഞങ്ങളോ മന്നവാ. തത്ര ഗത്വാ നിന്തിരുവടി ദേവിതൻ ചിത്തമനുസരിച്ചിടുക വൈകാതെ എന്നതു കേട്ടു ഭയേന മഹീപതി ചെന്നങ്ങരികത്തിരുന്നു സസഭ്രമം. മന്ദമന്ദം തലോടി പ്രിയേ സുന്ദരി ചൊല്ലെന്തിതു വല്ലഭേ. നാഥേ വെറും നിലത്തുള്ള പൊടിയണിഞ്ഞ ആതങ്കമോട് കിടക്കുന്നതെന്തു നീ. ചേതോ വിമോഹന രൂപേ ഗുണശീലേ
ഖേദമുണ്ടായതെന്തെന്നോട് ചൊൽകടോ. മൽപ്രജാവൃന്ദമായുള്ളവരാരുമേ വിപ്രിയം ചെയ്യുകയുമില്ല നിനക്കെടോ. നാരികളോ നരന്മാരോ ഭവതിയോടാരോരു വിപ്രിയം ചെയ്തതു വല്ലഭേ. ധന്യനെന്നാകിലും മന്ധ്യനെന്നാകിലും ദണ്ഡമെനിക്കതിനില്ല നിരൂപിച്ചാൽ. നിർധനൻ എത്രയും ഇഷ്ടൻ നിനക്കെങ്കിൽ അർത്ഥവതിയാക്കി വൈപ്പന്നവനെ ഞാൻ. വന്ധ്യനെ നൂനം അവധ്യനാക്കിയിടുവൻ. വന്ധ്യനാക്കിയിടാം അവധ്യനെ വേണ്ടുകിൽ. നൂനം നിനക്കധീനം മമ ജീവനം. മാനിനീ ഖേദിപ്പതിനെന്തു കാരണം. മൽപ്രാണനേക്കാൾ പ്രിയതമനാകുന്നതിപ്പോൾ എനിക്കു മൽപുത്രനാം രാഘവൻ. അങ്ങനെയുള്ള രാമൻ മമനന്ദനൻ മംഗലശീലനാം ശ്രീരാമനാണേ ഞാൻ. അങ്കനാരക്തമേ ചെയ്വൻ തവഹിതം. ഇങ്ങനെ ഖേദിപ്പിയകമാം വല്ലഭേ. ഇതം ദശരഥൻ കൈകേയി തന്നോടു സത്യം പറഞ്ഞത് കേട്ടു തെളിഞ്ഞവൾ. കണ്ണുനീരും തുറച്ചുദ്ധാനവും ചെയ്തു മന്നവൻ തന്നോട് മന്നമുര ചെയ്താൾ. സത്യപ്രതിജ്ഞനായുള്ള ഭവാൻ മമ സത്യം പറഞ്ഞതു നേരെങ്കിൽ എന്നുടെ പഥ്യമായുള്ളതിനെ പറഞ്ഞിടുവിൻ. വ്യർത്ഥമാക്കിയിടായിക സത്യത്തമന്നവ. എങ്കിലോ സുരാസുരായോധേന സങ്കടം തീർത്തു രക്ഷിച്ചേൻ ഭവാനെ ഞാൻ. സന്തുഷ്ടചിത്തനായെന്ന് ഭവാൻ മമ ചിന്തിച്ചു 2 വരങ്ങൾ നൽകിയില്ലയോ. വേണ്ടുന്ന നാളപേക്ഷിക്കുന്നതുണ്ടെന്നു വേണ്ടും വരങ്ങൾ തരികെന്നു ചൊല്ലി ഞാൻ. വച്ചിരിക്കുന്നു ഭവാങ്കലത് 2 ഇച്ഛയുണ്ടിന്ന് വാങ്ങിയിടുവാൻ ഭൂപതേ. എന്നതിലൊന്നു രാജാഭിഷേകം ഭവാൻ ഇന്നു തന്നെ ഭരതന് ചെയ്യണമെന്നതും. പിന്നെ മറ്റേതു രാമൻ വനവാസത്തിന് ഇന്നു തന്നെ ഗമിക്കണമെന്നുള്ളതും. ഭൂപതി വീരൻ ജടാവൽക്കലം പൂണ്ടു താപസവേഷം ധരിച്ചു വനാന്തരെ. കാലം 14 വത്സരം വാഴണം. മൂലഫലങ്ങൾ ഭുജിച്ചു മഹീപതേ. ഭൂമി പാലിപ്പാൻ ഭരതനെയാക്കണം. രാമനുഷസി വനത്തിന് പോകണം. എന്നിവ 2 വരങ്ങളും നൽകുകിൽ ഇന്നു മരണം എനിക്കില്ല നിർണയം. എന്നു കൈകേയി പറഞ്ഞോരനന്തരം മന്നവൻ മോഹിച്ചു വീണാണ്ണവനിയിൽ. വജ്രമേറ്റ ദ്രിപതിച്ച പോലെ പോയി സജ്വരചേതസാ വീണിതു ഭൂപനും. പിന്നെ മുഹൂർത്തമാത്രം ചെന്ന നേരത്തു കണ്ണുനീർ വാർത്തു വിറച്ചു നൃപാധിപൻ. ദുസ്സഹവാക്കുകൾ കേൾക്കായതെന്തയ്യോ. ദുസ്വപ്നമാഹന്ത കാണുകയോ ഞാനിഹ. ചിത്തഭ്രമം ബലാൽ ഉണ്ടാകയോ മമ. മൃത്യുസമയം ഉപസ്ഥിതമാകയോ. കിം കേമിതൽകൃതം ശങ്കരാ ദൈവമേ. പങ്കജലോചനാഹ പരബ്രഹ്മമേ. വ്യാഘ്രിയെ പോലെ സമീപേ വസിക്കുന്ന മൂർഖമതിയായ കൈകേയി തന്മുഖം നോക്കി നോക്കി ഭയം കൊണ്ടു ദശരഥൻ ദീർഘമായി വീർത്തേവ മുര ചെയ്തു. എന്തിവണ്ണം പറയുന്നതു ഭദ്രേ നീ എന്നു നിന്നോട് പിഴച്ചതു രാഘവൻ. പ്രാണഹാനികരമായ വാക്കു നീ ഇപ്പോൾ ഉര ചെയ്വതിനെന്തു കാരണം. എന്നോട് രാമഗുണങ്ങളെ വർണ്ണിച്ചു മുന്നമെല്ലാം നീ പറഞ്ഞല്ലോ കേൾപ്പു ഞാൻ. എന്നെയും കൗസല്യാദേവിയെയും അവൻ തന്നുള്ളിൽ ഒരു ഭേദം ഒരിക്കലും എന്നല്ലോ മുന്നം പറഞ്ഞിരുന്നു. നിനക്കിന്നിത് തോന്നുവാൻ എന്തൊരു കാരണം. നിന്നുടെ പുത്രന് രാജ്യം തരാമല്ലോ ധന്യശിലേ. രാമൻ പോകണമെന്നുണ്ടോ. രാമനാൽ ഏതും ഭയം നിനക്കുണ്ടാകാ. ഭൂമിപതിയായി ഭരതനിരുന്നാലും എന്ന് പറഞ്ഞു കരഞ്ഞു പോയി ചെന്നുടൻ കാൽക്കൽ വീണു മഹീപാലനും. നേത്രങ്ങളൊഞ്ഞു പൊപ്പിച്ചു കൈകേയും ധാത്രീപതീശ്വരനോട് ചൊല്ലിയിടിനാൾ. ഭ്രാന്തനെന്നാകയോ ഭൂമിപതേ ഭവാൻ. ഭ്രാന്തിവാക്യങ്ങൾ ചൊല്ലുന്നത് എന്തിങ്ങനെ. ഘോരങ്ങളായുള്ള നരകങ്ങളിൽ ചെന്നു ചേരും അസത്യവാക്യങ്ങൾ ചൊല്ലിയിടിനാൾ. പങ്കജനേത്രനാൻ രാമൻ ഉഷസിനു ചങ്കാവിഹീനം വനത്തിന് പോകായിൽ. എന്നുടെ ജീവനെ ഞാൻ കളഞ്ഞിടുവൻ. മന്നവൻ മുമ്പിൽ നിന്നില്ലൊരു സംശയം. സത്യസന്ധൻ ഭുവി രാജാ ദശരഥൻ എത്രയും എന്നുള്ള കീർത്തി രക്ഷിക്കണം. സാധുമാർഗത്തെ വെടിഞ്ഞതു കാരണം യാതനാ ദുഃഖാനുഭൂതി ഉണ്ടാക്കേണ്ട. രാമോപരി ഭവാൻ ചെയ്ത ശപഥവും ഭൂമിപതേ വ്രതാ മിഥ്യയാക്കിയിടല. കൈകേയി തന്നോട് നിർബന്ധവാക്യവും രാഘവനോട് വിയോഗം വരുന്നതും ചിന്തിച്ചു ദുഃഖസമുദ്രേ നിമഗ്നനായി. സന്താപമോട് മോഹിച്ചു വീണിടിനാൾ. പിന്നെ ഉണർന്നിരുന്നും കിടന്നും മകൻ തന്നെ ഓർത്തും പറഞ്ഞും കരഞ്ഞും സദാ. രാമേതി രാമേതി പ്രലാപേന യാമിനി പോയത് വത്സര തുല്യമായി. ചെന്നാൽ അരുണോദയത്തിനു സാദരം വന്ദികൾ ഗായകന്മാരെന്നിവരെല്ലാം മംഗലവാദ്യസ്തുതി ജയശബ്ദങ്ങൾ സംഗീതഭേദങ്ങൾ എന്നിവറ്റെ കൊണ്ടും പള്ളിക്കുറിപ്പുണർത്തിയിടിനാരന്നേരം. ഉള്ളിലുണ്ടായ കോപേന കൈകേയിയും ക്ഷിപ്രമവരെ നിവാരണം ചെയ്താൽ. വിഭ്രമം കൈക്കൊണ്ടു നിന്നാരവர்களுം. അപ്പോൾ അഭിഷേക കോലാഹലാർത്ഥമായി തൽപുരമൊക്കെ നിറഞ്ഞു ജനങ്ങളാൽ. ഭൂമിദേവന്മാരും ഭൂമിപാലന്മാരും ഭൂമി സ്പൃശോ വൃഷലാദി ജനങ്ങളും താപസവർഗവും കന്യകാവൃന്ദവും ശോഭ തേടുന്ന വെൺകൊറ്റക്കുട തഴചാമരം താലവൃന്ദം കൊടി തോരണം. ചാമീകരാഭരണാദ്യലങ്കാരവും വാരണവാചീരഥങ്ങൾ പദാദിയും വാരനാരീജനം പൗരജനങ്ങളും ഹേമരത്നോജ്വല ദിവ്യസിംഹാസനം ഹേമകുംഭങ്ങളും ശാർദൂലചർമ്മവും മറ്റും വസിഷ്ഠൻ നിയോഗിച്ചതൊക്കവേ കുറ്റമൊഴിഞ്ഞ ആശുസംഭരിച്ചിടിനാർ. സ്ത്രീ ബാലവൃദ്ധാവതീപുരവാസികൾ ആബദ്ധ കൗതൂഹലാബ്ധി നിമഗ്നരായി.
രാത്രിയിൽ നിദ്രയും കൈവിട്ടു മാനസേ ചീർത്ത പരമാനന്ദത്തോടുമേവിനാർ നമ്മുടെ ജീവനാം രാമകുമാരനെ നിർമ്മല രത്ന കിരീടമണിഞ്ഞ് അതിരമ്യമകരായുധ മണികുണ്ടല സംയുക്ത ശോഭിത കണ്ഠസ്ഥലങ്ങളും പുണ്ടരീകശതലോചന ഭംഗിയും പുണ്ടരീകാരാതിമണ്ഡലതുണ്ടവും ചന്ദ്രികാ സുന്ദര മന്ദസ്മിതാവയും കുന്തമുകുന്ദ സമാനദന്തങ്ങളും ബന്ധുകസൂന സമാനധരാഭയും കന്ദരരാജിത കൗസ്തുഭരക്തവും ബന്ധുരാപം തിരുമാറുമുദരവും സന്ധ്യാപ്രസന്യപീതാംബരാഭയും പൂഞ്ചേലമീതെ വിളങ്ങി മിന്നിയിടുന്ന കാഞ്ചന കാഞ്ചികളും തനുമദ്യവും കുംഭീകുലോത്തമൻ തുമ്പിക്കരം കൊണ്ട് കുമ്പിട്ട് കൂപ്പിയിടും ഒരു കാണ്ഡങ്ങളും കുംഭീന്ദ്രമസ്തക സന്നിഭജാനവും അംഭോജവാണരിഷങ്കാപജംഘയും കമ്പം കലർന്നു കമരപ്രവരനും കുമ്പിടുന്ന ഒരു പുറവടി ശോഭയും അംബോജതുല്യമാഘൃതലങ്ങളും ജമ്പാരി രത്നം തുരുന്തിരിമേനിയും ഹാരഘടക വലയാങ്കുലയാദി ചാരുധരണാഭരണാവലിയും പൂണ്ടു വാരണവീരൻ കഴുത്തിൽ തിറത്തോടു ഗൗരാതപത്രം ധരിച്ചരികെ നിജ ലക്ഷ്മണനാകിയ സോദരൻ തന്നോടും ലക്ഷ്മീ നിവാസാനാം രാമചന്ദ്രൻ മുതാ കാണായി വരുന്നു നമുക്കിനി എന്നിതം മാനസതാരിൽ കൊതിച്ചു നമുക്കെല്ലാം ക്ഷോണീപതീസുതനാകിയ രാമനെ കാണായി വരും പ്രഭാതേ പദനിർണയം രാത്രിയാൻ രാക്ഷസി പോകുന്നതില്ലെന്നു ചീർത്ത വിഷാദോടെ ഔത്സുല്യമുക്കൊണ്ടു മാർത്താണ്ഡദേവനെ കാണാഞ്ഞു നോക്കിയും പാർത്താനന്ദ പൂർണ്ണാപ്രതാബ്ദിയിൽ വീണു മുഴുകിയും പിന്നെയും പൊങ്ങിയും വാണിയിടിനാൾ പുരാവാസികൾ ആദരാൽ. ഹരേ രാമ 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 ഹരേ ഹരേ.